നമുക്ക് ഇന്നത്തെ സെഷനിൽ കുറച്ചൊന്ന് ചിന്തിക്കാം. നമ്മളൊക്കെ പലരും പലപ്പോഴും ചിന്തിച്ചിട്ട് ആഴത്തിലൊന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് കുറച്ചായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പണ്ട് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ മറ്റേ 25 പൈസേൻ്റെ പുളിമുട്ടായൊക്കെ തിന്ന് ഇങ്ങനെ ഊമ്പി നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ നമുക്കൊക്കെ അല്ലേ? ഓർക്കുന്നുണ്ടോ? ചെറിയ മിഠായി, ഒരു ഐസ്ക്രീമിൻ്റെ സ്പൂണിൽ ഒരു ബ്ലാക്ക് മിഠായി, അതിൻ്റെ കവറ് പൊളിച്ച് അതിങ്ങനെ ഊമ്പി നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ സ്കൂളിൽ പോയി പലതും പഠിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മാത്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാത്സ് സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? പഠിക്കുന്ന സമയത്ത് ചിലർക്ക് ഇത് ഭയങ്കര എളുപ്പമാണ്. ഇപ്പോഴും തിന്നുന്നവരൊക്കെ ഉണ്ട്. ഓസം. ഇന്നർ ചൈൽഡിനെ ഓണാക്കി നിർത്തുന്നവരാണ് ഓസം. അപ്പം പഠിക്കുന്ന സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ചിലർക്ക് മാത്സ്. എന്നാൽ ചിലർക്ക് കണക്ക് ഭയങ്കര എളുപ്പമാണ്. ഇറ്റ് നാച്ചുറലി ഫ്ലോസ് ഇൻ ദം. അത് വളരെ നാച്ചുറലായിട്ട് അവരിൽ ഫ്ലോ ചെയ്യുന്ന ഒന്നാണെന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും കണക്ക് കൂട്ടലല്ലേ, 1+1 2+2 ഇൻറ്റു ദിസ് ഡിവൈഡഡ് ബൈ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻ്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി നമ്മുടെ ബ്രെയിനിനെ വർക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, റെഡിയാണോ? ആ ചോദ്യം കേൾക്കാൻ റെഡിയാണോ എല്ലാവരും? എല്ലാവരും മുതൽ എന്താ ചോദിക്കാൻ പോകുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 564 432 കൂട്ടിയാൽ എത്ര? കുറച്ച് തലയുള്ള ആളുകൾ എന്താക്കുമെന്ന് അറിയോ? അന്ന് പഠിച്ച ഏതെങ്കിലും ടെക്നിക്കൊക്കെ വെച്ചിട്ട് മൈൻഡിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇതൊരു ടൈപ്പ് ആളുകളാണ്. രണ്ടാമതൊരു ടൈപ്പ് ആളുകളുണ്ട്. ഇവരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. 996 അവിടെ ആരോ ഉത്തരം പറഞ്ഞ ജോസ്. ഇവരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുക. ചിലർ അപ്പം തന്നെ ഫോണിൽ കാൽക്കുലേറ്റർ എടുത്ത് ടൈപ്പ് ചെയ്യും. ഇന്ന് ഏത് കാലഘട്ടമാണല്ലോ. ചിലർ ചിന്തിക്കാൻ തുടങ്ങും. ഇവർക്ക് മനസ്സിലാവും, ഓ ഇതൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് കുറേ ആയില്ലേ. മാത്സ് ആവുന്നില്ല ബ്രെയിനിന്. കണക്കൊന്നും കണക്കാവുന്നില്ല. 7ഉം 8ഉം കൂട്ടാൻ ശ്രമിച്ചാൽ പോലും ബ്രെയിനിന് പറ്റുന്നില്ല. അവർ ചിന്തിക്കേ പോലും ഇല്ല അല്ലേ? ഈ അവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ പലരുടെയും ബ്രെയിൻ എത്തിയില്ല. ഈ ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അത് 400 പോയി, അതിൻ്റെ കയ്യിൽ നിന്ന് പോയി. അവിടെ നമ്മൾ വിട്ടുകൊടുത്തു അല്ലേ? ഇതേപോലെ തന്നെ നമ്മളൊക്കെ പലപ്പോഴും പല ഇടങ്ങളിലും നമ്മളെ കൊണ്ട് ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന, നമ്മുടെ ആത്മാവിൻ്റെ തലത്തിലേക്ക് നമ്മളെ വലിച്ച് ചിന്തിപ്പിക്കുന്ന പല മൊമെൻറ്റുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലയിടങ്ങളിലായിട്ട് കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഈ മൊമെൻറ്റുകൾക്ക് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നമ്മൾ കൽപ്പിച്ച് നൽകിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു കണക്ഷന് നാച്ചുറലി നമ്മളിൽ നിന്ന് ബ്രേക്കായി പോവും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാണ്. നിങ്ങളവരെ തിരിഞ്ഞൊന്നും നോക്കുന്നില്ല, എന്നാലും നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്താണ്, സുഖമല്ലേ? ചായ കുടിച്ചോ? ചോറ് തിന്നോ? ഭക്ഷണം കഴിച്ചോ? എന്താണെന്ന് ധരിച്ചത്? നാളെ എന്താ പരിപാടി? ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം? ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ വൈത്തലെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അല്ലേ? എന്നാൽ ഒരു പോയിന്റിലെത്തുമ്പം എന്നിട്ടും നമ്മൾ അവർക്ക് വേണ്ട സ്പേസ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവർക്ക് മനസ്സിലാവും, ഞാനിതിപ്പോൾ എന്തിനാ അത്ര കഷ്ടപ്പെട്ടു പോകുന്നത്? സംഭവം എൻ്റെ ഇഷ്ടം കൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ തിരിച്ച് കാണിക്കുന്ന ആ ഇഷ്ടം എന്നോട് തിരിച്ചൊരു തുള്ളി പോലും ഇവിടേക്ക് കാണിക്കുന്നില്ലല്ലോ. പതുക്കെ പതുക്കെ ആ വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? ഒരു ദിവസം വാട്സപ്പിൽ 45 മെസ്സേജാണ് അയച്ചതെങ്കിൽ രണ്ടാമത്തെ ദിവസം മുതൽ അത് 40 ചുരുങ്ങാൻ തുടങ്ങും. പിന്നെ അത് 35 ചുരുങ്ങാൻ തുടങ്ങും. ഓരോ ദിവസം കഴിയുന്തോറും ആ വ്യക്തിയുമായിട്ടുള്ള കണക്ഷന് കുറഞ്ഞ് പിന്നെ ഒരു സമയത്ത് വല്ലാതെ അടുത്തിരുന്ന നമ്മൾ, വോളിയം ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? വോളിയത്തിന് പ്രശ്നമുണ്ടോ? ഓക്കെ, ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓക്കെയാണ്. പ്രശ്നമുണ്ടെന്ന് ഫീൽ ചെയ്യുന്നവരൊന്ന് റീകണക്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പം ഒരു സമയത്ത് നമ്മൾ വല്ലാതെ അടുത്തിരുന്ന ആളുകൾ ഒരു നിമിഷമെത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് മാറും. പൂർണ്ണമായിട്ടുള്ള രണ്ട് അപരിചിതർ. കണ്ടാൽ പോലും ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നോ എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപരിചിതത്തിലേക്ക് അവർ കടന്നു പോകുന്നുള്ളതാണ്. ഇതേപോലത്തെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കും നിങ്ങളിലുള്ള ആ പരമസത്യത്തിനും ഉണ്ട്. ഇന്ന് നമുക്ക് അറിയാവുന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ട.
കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഗൈഡഡ് ടോക്കുകളിലൂടെയും നമ്മുടെ മറ്റ് ക്ലാസ്സുകളിലൂടെയും എല്ലാം നമ്മൾ കോൺസ്റ്റൻ്റ്ലി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണ്, നമുക്കറിയാനുള്ള കാര്യങ്ങളാണ് അല്ലേ, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ അറിവിലൂടെയും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അറിഞ്ഞ് അവസാനം എവിടെയോ നമ്മുടെ ഉള്ളിൽ കയറിപ്പോവും. ഞാൻ ഇത്രയൊക്കെ ക്ലാസ് കയറി, ഞാൻ ഗൈഡിൻ്റെ ക്ലാസ്സിൽ ഇത്രയൊക്കെ കയറിയില്ലേ, എനിക്ക് അത്യാവശ്യമൊക്കെ അറിയാം, എനിക്ക് മൈൻഡിനെ കുറിച്ച് അത്യാവശ്യമൊക്കെ അറിയാം, എനിക്ക് എൻ്റെ സെൽഫിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. ഈ അറിയാം എന്ന കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എന്നെത്തിയോ, നിങ്ങളറിയാതെ നിങ്ങളുടെ പ്രോഗ്രഷൻ അവിടെ സ്റ്റോപ്പായി. എനിക്കറിയാം എന്ന കൺക്ലൂഷനിൽ നിങ്ങൾ എന്നെത്തിയോ, നിങ്ങളറിയാതെ നിങ്ങളുടെ പ്രോഗ്രഷൻ അവിടെ സ്റ്റോപ്പായി. എന്നാൽ ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ഇന്ന് നമ്മൾ പ്രപഞ്ചം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രാപഞ്ചിക രീതിയിലും നമ്മൾ എന്താക്കണം, ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. മാക്രോസ്കോപ്പിക്കായിട്ടും മൈക്രോസ്കോപ്പിക്കായിട്ടും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്നാണ് പറയാറുള്ളത്. നമ്മൾ പ്രപഞ്ചത്തെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഇന്ന് മനസ്സിലാക്കപ്പെട്ട, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഗാലക്സികളോ ഗ്രഹങ്ങളോ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ബൗണ്ടറി എങ്ങനെയാണ്, ഇത് കോഴിമുട്ട പോലെയാണോ, സർക്കിളാണോ, ഇത് സ്ക്വയറാണോ എന്ന് ശാസ്ത്രജ്ഞർ ഇപ്പോഴും പഠിച്ച് അറിഞ്ഞുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം ഇപ്പോൾ അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം അവർ കണ്ടെത്തി, ഈ പ്രപഞ്ചം ഒരൊറ്റ മില്ലി സെക്കൻഡിൽ ദശലക്ഷ കിലോമീറ്ററുകൾ ഫാസ്റ്റിലാണ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കോൺസ്റ്റൻറ്റ് എക്സ്പാൻഷനിലാണ് നമ്മുടെ യൂണിവേഴ്സ് ഉള്ളത്. നമുക്കറിയില്ല വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഹിയർ. ഇതേപോലെ നമ്മുടെ ചുറ്റുമുള്ള നമ്മളൊക്കെ നല്ല കടലയും പോപ്കോണൊക്കെ തിന്ന് നമ്മുടെ കടപ്പുറത്ത് പോയിരിക്കുന്ന സമയത്ത് ആ കടപ്പുറത്തും നമ്മളിരുന്ന് കാണുന്ന, അടിച്ച് നമ്മൾ ആസ്വദിക്കുന്ന തിര ഉണ്ടല്ലോ, കടലിലെ തിര. ഈ കടൽ നമ്മൾക്ക് ഈ പ്രപഞ്ചത്തെ എത്ര അറിയോ അതിനേക്കാൾ അപരിചിതമാണ്, അതിനേക്കാൾ സ്ട്രേഞ്ചാണ്, അതിനേക്കാൾ നമുക്ക് തുറന്നു തരാതെ മൂടിക്കിടക്കുന്ന ഒരു ട്രഷറായിട്ട് നിൽക്കുക. നമ്മൾ പല ശാസ്ത്രജ്ഞരും പറയുന്നു, നമ്മുടെ വെസ്റ്റേൺ ഘട്ടുകളിൽ, പശ്ചിമഘട്ടങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള ഹ്യൂമൻ ലൈഫ്സ് നോർമലി ജീവസസ്യങ്ങളുടെ ബീയിങ്സ്, അതിൻ്റെ കാറ്റഗറീസ് ഇനിയും കണ്ടെത്താത്തതായിട്ട് മില്യൺസ് ഓഫ് കണക്കിന് സ്പീഷീസ് ഉണ്ടെന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മളിപ്പോഴും നമ്മുടെ കൂടെ ജീവിക്കുന്നത് ആരാന്ന് കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ കൂടെ ജീവിക്കുന്ന മൃഗങ്ങളെയോ സസ്യങ്ങളെയോ പൂർണ്ണമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കടലിലേക്ക് പോയി കഴിഞ്ഞാൽ 95% അൺഎക്സ്പ്ലോർഡാണ്, ആർക്കും അറിയില്ല അവിടെ എന്തുണ്ടെന്ന്. അപ്പോൾ ലിറ്ററലി കണ്ണ് തുറന്നൊന്ന് നോക്കിയാൽ സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. ഈ ഒന്നും അറിയില്ല എന്നുള്ളത് ഒരു കുറവായി കാണുന്നതിന് പകരം ഒന്നും അറിയില്ല, ഐ ഡോണ്ട് നോ എനിത്തിങ് എന്നുള്ളതിനെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആക്കി മാറ്റി നോക്കിക്കേ. ഇവിടെയാണ് ഒരാളിൽ ട്രൂ ആയിട്ടുള്ള അവേക്കനിങ് സംഭവിക്കുന്നത്. ഇവിടെയാണ് ഒരാളിൽ ട്രൂ ആയിട്ടുള്ള സീക്കർ ഉണരുന്നത്. കാരണം നമ്മളൊക്കെ നമ്മളറിയാതെ പലതിലേക്കും കണക്റ്റഡാണ്. നമ്മളറിയാതെ നമ്മൾ ഓരോന്നിലേക്കും നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനെന്ന് പറയുന്നത് ഫായിസാണ്, ഞാനൊരു ആണാണ്, ഞാൻ ഇന്ന ഫാമിലിയിൽ നിന്നാണ്, എൻ്റെ രാജ്യം ഇന്ത്യയാണ്, ഞാൻ നിൽക്കുന്ന നാട് കേരളമാണ്, ഞാൻ പഠിച്ചത് ഇന്ന സ്കൂളിലാണ്, എനിക്ക് ഇന്ന ഡിഗ്രീസ് ഉണ്ട്, എൻ്റെ പാരൻസ് ഇവരാണ്, എൻ്റെ തറവാട് ഇവരാണ്, എൻ്റെ ഫ്രണ്ട്സ് ഇവരാണ്, ഞാൻ ഇന്നതാണ് ചെയ്യുന്നത്. ഇങ്ങനെ വി ആർ സോ എൻടാങ്കിൾഡ്. ഒരു ഐഡൻറ്റിറ്റീസിൻ്റെ ചങ്ങലയിൽ നമ്മൾ കുടുങ്ങി നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരാൾ, നമ്മൾ പണ്ട് ഒരു രസകരമായിട്ടുള്ള ഒരു ചോദ്യം അല്ലേ, ഒരു കുസൃതി ചോദ്യം പോലെ നമ്മൾ ചോദിക്കാറുണ്ട്. എന്താണ് ചോദ്യം? ചോദ്യം ഇതാണ്, ആർക്കെങ്കിലും ഉത്തരം കിട്ടുമോ എന്ന് നോക്കിക്കോളൂ ഇതിൻ്റെ ഇടയിൽ. ചോദ്യം എങ്ങനെയാണ്, ഒരിക്കൽ 2 വ്യക്തികൾ ഭയങ്കരമായിട്ടുള്ള കുറ്റം ചെയ്തു, കഠിനമായിട്ടുള്ള കുറ്റം. അപ്പം ഈ 2 വ്യക്തികൾക്കും തൂക്കുകയർ വെച്ചിട്ടുണ്ട്. ദർ ഈസ് നോ എക്സെപ്ഷൻ. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് ബൈ പണിഷ്മെൻ്റ്, മരണം, അത് തന്നെ. അപ്പം ഇവരുടെ പേരെന്താണ് ഈ 2 വ്യക്തികളുടെയും? തങ്കപ്പനും കുട്ടപ്പനും. അപ്പോൾ കുട്ടപ്പനെ നാളെ തൂക്കിക്കൊല്ലുന്ന സമയമായിട്ടുണ്ട്. കുട്ടപ്പന് ഇനി ജീവിക്കാൻ വഴിയില്ല അല്ലേ. ചിലരങ്ങനെയാണ്, മരണത്തെ മുന്നിൽ കാണുമ്പം എവിടുന്നില്ലാത്തൊരു വെപ്രാള,
കുട്ടപ്പന് തലേന്ന് രാത്രി വല്ലാത്തൊരു വെപ്രാളായി. കുട്ടപ്പന് ജയില് തുരന്നിറങ്ങി ഓടി, ജീവനും കൊണ്ട് ഓടി കഴിച്ചിലായി. പിന്നെ ഇപ്പം എന്താ ചെയ്യാനുള്ളത്? ഇവർക്ക് തൂക്കുകയറ് എന്താക്കണം, വിധി കൽപ്പിക്കണം. പോലീസുകാർക്ക് പറയാൻ പറ്റുമോ ഇന്നലെ ക്രിമിനൽ ഓടിപ്പോയിന്ന്? മീഡിയ പ്രശ്നം ഉണ്ടാക്കും, പ്രസ് പ്രശ്നം ഉണ്ടാക്കും. അവസാനം ഇവരെന്താക്കി? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഇവർ മനസ്സിലായി ഇനിയിപ്പോൾ നമ്മുടെ കൈമേൽ എന്തേ ഉള്ളൂ, ആരേ ഉള്ളൂ, തങ്കപ്പനേ ഉള്ളൂ. തങ്കപ്പനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് എന്താക്കാം, നമുക്ക് തൂക്കിക്കൊല്ലാന്നില്ലേ. അങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മളൊക്കെ ശരിക്കും ആരാണ്? ശരിക്കും നമ്മളൊക്കെ കുട്ടപ്പന്മാരാണ്. പക്ഷേ നമ്മളിലെ കുട്ടപ്പന്മാരെ എവിടേക്കോ ഓടി ഒളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത ഐഡൻറ്റിറ്റിയാണ് എന്ത്? തങ്കപ്പൻ. ഈ തങ്കപ്പനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ നിമിഷത്തിലും. തങ്കപ്പനെ എത്ര കുളിപ്പിച്ചാലും തങ്കപ്പനേ ആവുള്ളൂ. തങ്കപ്പൻ കുട്ടപ്പനാണെന്ന് തങ്കപ്പന് പറഞ്ഞ് പറ്റിക്കാൻ പറ്റും അല്ലേ? ഞാൻ കുട്ടപ്പനാണ്, എനിക്കാണ് തൂക്കുകയറുള്ളത്, ഞാൻ കുട്ടപ്പനാണ്, ഞാനാണ് നാളെ മരിക്കേണ്ടത്. അല്ല, തങ്കപ്പന് മരിക്കാൻ ഇനിയും മാസങ്ങളുണ്ട്. അവൻ ചെയ്ത കുറ്റം കഴിഞ്ഞിട്ടില്ല, ഇനിയും മാസങ്ങൾ വർഷങ്ങൾ ജീവിക്കാനുണ്ട്. പക്ഷേ തങ്കപ്പൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ത്? കുളിച്ച് കുട്ടപ്പനായി പൗഡറൊക്കെ മേക്കപ്പൊക്കെ ഇട്ടെടുത്തപ്പം അത് ശരി, അപ്പം ഞാനാണല്ലേ കുട്ടപ്പൻ. ഇതുപോലെ നിങ്ങളെന്ന എന്തോ ഒരു രഹസ്യം, എന്തോ ഒരു മിസ്റ്ററി, എന്തോ ഒരു നിഗൂഢത, ആ നിഗൂഢത കുറച്ച് പൗഡറും അല്ലേ, ഈ ശരീരമാകുന്ന വസ്ത്രവും അതെല്ലാം ധരിച്ച് ഇന്ന ഗർഭാശയത്തിൽ ജനിച്ച സമയത്ത്, ഇന്ന വ്യക്തികളുടെ അടിയിൽ വളർന്ന സമയത്ത് നമ്മളറിയാതെ നമ്മളെ ഡിഫൈൻ ചെയ്യാൻ തുടങ്ങി. ഞാനാകുന്നു ഈ കുട്ടപ്പൻ, ഇവിടെ ജനിച്ച, ഇന്ന വീട്ടിൽ ജനിച്ച, ഇന്ന പറമ്പിൽ ജനിച്ച, ഇത്ര സ്വത്തുള്ള ഈ കുട്ടപ്പൻ ഞാനാണ്. അപ്പം നമ്മളൊക്കെ അറിയാതെ കുട്ടപ്പന്മാരായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിലെ ശരിയായ കുട്ടപ്പനെ കണ്ടെത്താൻ പറ്റിയിട്ടുമില്ല, ഓടിപ്പോയ കുട്ടപ്പനെ തിരഞ്ഞുകൊണ്ട് നമ്മൾ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവസ്ഥ. അപ്പം ഇതുപോലെ ഫോൾസ് ഐഡൻറ്റിറ്റീസ് നമ്മൾ എടുത്ത് വി ഹാവ് ലോസ്റ്റ് അവർ സെൽഫ് സംവെയർ. അപ്പം നമുക്ക് നമ്മളെ കണ്ടെത്തണമെങ്കിൽ, നമ്മളിലേക്ക് നമ്മൾ തിരിയണമെങ്കിൽ അതിൻ്റെ തുടക്കം എവിടെ നിന്നാവണം? ബൈ ഡ്രോപ്പിംഗ് ഓൾ ദീസ് ഐഡൻറ്റിറ്റീസ്. നിങ്ങൾ ചിലർ മെഡിറ്റേഷൻ ചെയ്യാൻ ചിലപ്പം വർഷങ്ങളായിട്ടുണ്ടാവും തുടങ്ങിയിട്ട്. നമ്മുടെ എല്ലാ ഗൈഡ് ടോക്കിൻ്റെ മുന്നിലും നമ്മുടെ ഷാനൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. ഇനി മുതൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ഇനി മുതൽ നിങ്ങൾ ഇന്ന് ഈ സെഷൻ കഴിഞ്ഞത് മുതൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, അടുത്ത ആഴ്ചയൊക്കെ ഗൈഡ് ടോക്കിൽ വരുമ്പോൾ, വാട്ട് എവർ യു ആർ ഗോയിങ് ടു ഡു ഓർ വെൻ യു സ്റ്റാർട്ട് ടു പ്രേ, നിങ്ങൾ നമസ്കരിക്കാൻ പോകുമ്പോൾ, നിങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ, നിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പം, നിങ്ങൾ ചർച്ചിൽ പോയി കുർബാന കൂടുമ്പം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ സമയത്തൊക്കെ ഇത് നിങ്ങളായി ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ട്രൈ ടു ഡ്രോപ്പ് ഓൾ യുവർ ഐഡൻറ്റിറ്റീസ്. ഇത് ഞാനല്ല, ഇത് ഫായിസല്ല, ഫായിസ് എന്ന ആണല്ല, ഇന്ന വ്യക്തികളുടെ മകനല്ല, ഇത് പഠിച്ച ആളല്ല, ഒന്നുമില്ലാത്ത എന്നാൽ ഈ ചുറ്റിലേക്ക് നോക്കുമ്പം അനന്തമായ അജ്ഞത കാണാൻ പറ്റുന്ന, ഒന്നും അറിയില്ല എന്നുള്ള അവസ്ഥയിൽ, ഐ ഡോണ്ട് നോ എനിത്തിങ് എന്നുള്ള അവസ്ഥയിൽ ശൂന്യനായിരിക്കുന്ന ഒരു വലിയ ബ്ലാക്ക് ഹോളായിട്ട്, ഒരു കാലിപാത്രമായിട്ട്, ഒരു ശൂന്യതയായിട്ട്, ഒരു ശൂന്യയായിട്ട്, ഒരു സീറോ ആയിട്ട് യു ജസ്റ്റ് ട്രൈ ടു മെഡിറ്റേറ്റ്. അവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുന്നേ നിങ്ങളിൽ മെഡിറ്റേഷൻ സംഭവിക്കുകയാണ്. എന്താണ് ആക്ച്വലി ട്രൂ മെഡിറ്റേഷൻ? ദ എസെൻസ് ഓഫ് മെഡിറ്റേഷൻ, ദ റിസൾട്ട്, ദ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് മെഡിറ്റേഷൻ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. യു ട്രൈ ടു മെഡിറ്റേറ്റ് ഫോർ ഇയേഴ്സ്. വർഷങ്ങൾ നിങ്ങൾ ശ്രമിക്കും മെഡിറ്റേറ്റ് ചെയ്യാൻ. യു ട്രൈ ആൻഡ് യു ട്രൈ. ചിലത് നിങ്ങൾ ചെയ്യും, യു ഡോണ്ട് ഗെറ്റ് എ കണക്ഷൻ, യു ഡ്രോപ്പ് ഇറ്റ്. വേറെ ആരുടെങ്കിലും എടുത്തു പോവും, നിങ്ങൾ പഠിക്കും, യു ഡോണ്ട് ഗെറ്റ് എ കണക്ഷൻ, യു ഡ്രോപ്പ് ഇറ്റ്. ഇങ്ങനെ നിങ്ങൾ പല അടവുകളും പ്രയത്നിച്ച് നോക്കും. ഇരുന്ന് ചെയ്യാൻ പറ്റുമോ? നട്ടൽ നിവർത്തി ഇരുന്ന് ചെയ്യാൻ പറ്റുമോ? അല്ലേ? കാല് മടക്കി കൈ ഇങ്ങനെ വെച്ചിരുന്ന് ചെയ്യാൻ പറ്റുമോ? ഇനി ചെരിഞ്ഞിരുന്നിട്ടാണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? കിടന്നിട്ടാണോ എനിക്ക് സുഖം? യു ട്രൈ മെനി മെത്തേഡ്സ് ആൻഡ് അൾട്ടിമേറ്റ്ലി സംതിങ് ക്ലിക്സ് ആൻഡ് യു റിയലൈസ് ഇതൊന്നുമല്ല മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ഐ റിയലൈസ് ഐ ഡോണ്ട് നോ എനിത്തിങ്. എനിക്കൊന്നും അറിയില്ല. ഐ ആം എ ബിഗ് വട്ടപൂജ്യം. ആ പൂജ്യത്തിൽ ഇരിക്കുന്നതാണ് മെഡിറ്റേഷൻ. ഈ ഒരു ബോധത്തിൽ, ഈ ഒരു തിരിച്ചറിവിൽ നിങ്ങൾ ഏത് മെഡിറ്റേഷൻ ടെക്നിക്കുകളിലേക്കും കടന്നോളൂ. അപ്പോൾ നമ്മളാരും പ്രാക്ടീസ് ചെയ്തത് ഇതുവരെ മെഡിറ്റേഷൻ ആയിരുന്നില്ല, മെഡിറ്റേഷൻ്റെ ടെക്നിക്കുകളായിരുന്നു. മെഡിറ്റേഷനിലേക്ക് കടക്കാനുള്ള പല ഇടവഴികളിലൂടെയും നമ്മൾ നടക്കായിരുന്നു. ചില ഇടവഴികളിലേക്ക് കയറിയ സമയത്ത് അവിടെ പോസ്റ്റ് ലൈറ്റ് ഇല്ല. അപ്പോൾ രാത്രിയാണ്, നമുക്ക് ഈ ലൈന് പോരാ, അവിടെ ഒന്നും കാണുന്നില്ല. ചില ഇടവഴികളിലേക്ക് കയറിയ സമയത്ത് അവിടെ റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ കാലിലൊക്കെ ടാറൊട്ടി പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വഴി മാറ്റി. ചില ഇടവഴിയിലേക്ക് കയറിയപ്പോൾ അവിടെ മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ചില ഇടവഴികളിൽ വല്ലാത്ത തിരക്കാണ്, നമുക്ക് നടക്കാനേ പറ്റുന്നില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി യു റിയലൈസ് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ വേ. ഈ വഴിയൊന്നല്ല റീസൺ, ഈ വഴിയൊന്നല്ല കാര്യകാരണം. ഇൻസ്റ്റെഡ് വാട്ട്, ഏത് വഴിയാണെങ്കിലും അതിലൂടെ ഒരു എഫേർട്ടും ഇല്ലാതെ ഫ്ലോട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താന്നുള്ളതാണ് അല്ലേ. അതൊരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റാണ്. ഏത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റ്? നിങ്ങളുടെ അറിവിൻ്റെ ഭാരമില്ലാത്ത അവസ്ഥ. അറിവിൻ്റെ ഭാരം. നിങ്ങളെന്താ വിചാരിച്ചത്? ഞാനെന്ന സത്യത്തെ, ഞാനെന്ന സത്തയെ, ഞാനെന്ന എറ്റേണിറ്റിയെ, ഞാനെന്ന അനശ്വരതയെ, ഞാനെന്ന ആ പ്രാപഞ്ചിക സത്യത്തെ കണ്ടെത്തുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞു നിർത്തുന്നത്, നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങൾ ചെയ്ത പാപങ്ങളൊന്നുമല്ല. നിങ്ങൾ ചെയ്ത പാപങ്ങളൊന്നുമല്ല. നിങ്ങൾ ഏതോ മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങളൊന്നുമല്ല. ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത പാപങ്ങളൊന്നുമല്ല. ഒറ്റ കാര്യം മാത്രം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ധരിച്ച് വെച്ച നിങ്ങളുടെ അറിവുകൾ മാത്രം. യു ജസ്റ്റ് തോട്ട് ദാറ്റ് യു ലേൺ സംതിങ്. നിങ്ങൾ എന്തോ അറിഞ്ഞു എന്ന് നിങ്ങൾ ധരിച്ചു. അറിഞ്ഞിട്ടില്ല, പക്ഷേ അറിഞ്ഞു എന്ന് ഞാൻ ധരിച്ചു. ആ ധാരണ, ഇറ്റ് മാസ്ക്ഡ് മീ ഫ്രം ദ ട്രൂത്ത്. അത് സത്യത്തിൽ നിന്ന്, അത് വെളിച്ചത്തിൽ നിന്ന് എന്നെ മാസ്ക് ചെയ്തു. അപ്പം പലരും പറയാറുണ്ട് സെൽഫ് ഇവോൾവ്മെൻറ്റ്, ആത്മാന്വേഷണം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ജേണിയാണ്. ഇറ്റ് ഈസ് എ ബിഗ് ജേണി. അതിന് നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകണം. നമ്മൾ ഒരു ദിവസം പോലും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ പോരുത്. വി ഹാവ് ടു ബി ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. ഇറ്റ് ഈസ് എ ലോങ് ജേണി ആവണമെങ്കിൽ ദർ ഷുഡ് ബി എ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ആൻഡ് ആൻ എൻഡിങ് പോയിൻ്റ് അല്ലേ. ഒരു പോയിൻ്റ് എയും ഉണ്ടാവണം, പോയിൻ്റ് ബിയും ഉണ്ടാവണം. ഈ രണ്ട് പോയിൻറ്റിൻ്റെ ഇടയിലല്ലേ ജേണിയുള്ളൂ, യാത്രയുള്ളൂ. ഇവിടുന്ന് നിങ്ങൾക്ക് ഖത്തറിലേക്ക് പോകണം, UAE പോകണം അല്ലേ. നമ്മൾ കോഴിക്കോട് നിന്ന് കയറി അവിടെ പോയി ഇറങ്ങണം. ദാറ്റ് ഈസ് എ ജേണി. എന്നാൽ തുടക്കവും അവസാനവും ഒന്ന് തന്നെയായാൽ, പോയിൻ്റ് എയും പോയിൻ്റ് ബിയും ഒന്ന് തന്നെയായാൽ പിന്നെ അവിടെ യാത്ര എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. പിന്നെ അവിടെ തേടിപ്പോവുക എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. അവിടെ എന്തിനു മാത്രമേ പ്രസക്തിയുള്ളൂ? ഐ ഡോണ്ട് നോ എന്ന അറിവിൽ നിന്ന്, ഐ ഡോണ്ട് നോ എന്ന തിരിച്ചറിവിൽ നിന്ന് ഉദിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. ജസ്റ്റ് എക്സ്പീരിയൻസിങ് ദാറ്റ് നത്തിങ്നെസ്. ആ നത്തിങ്നെസ്സിലുണ്ട് എല്ലാം. ആ നത്തിങ്നെസ്സിലുണ്ട് എല്ലാ ആൻസേഴ്സും. ആ നത്തിങ്നെസ്സിനെയാണ് റൂമി പറഞ്ഞത് ബി സൈലൻറ്റ്. സൈലൻസ് ഹാസ് ലോട്ട് ടു സ്പീക്ക്. കുറേ പറയാനുള്ളത് സൈലൻസിനാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? വാട്ട് ഈസ് ലാംഗ്വേജ് ആക്ച്വലി? എന്താണ് ഭാഷ? എന്താണ് ഭാഷ? എനിക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്, എന്തോ ഒരു ആശയം കൈമാറാനുണ്ട്. ആ ആശയത്തെ ഞാൻ എന്താക്കാണ്? കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വിടുന്നതല്ലേ ലാംഗ്വേജ്? ഒന്ന് ചിന്തിച്ച് നോക്കി ആഴത്തിൽ. ഞാൻ പറഞ്ഞു ഈ സെഷൻ നിങ്ങൾ ചിന്തിക്കാനുള്ളതാണ്, ബ്രെയിൻ യൂസ് ചെയ്യണേ. എനിക്ക് എന്തോ ആശയത്തെ നിങ്ങളിലേക്ക് കൈമാറാനുണ്ട്. ആ ആശയത്തെ ഞാൻ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അല്ലേ, ഒരു വസ്ത്രമൊക്കെ ധരിച്ച് മലയാളത്തിൽ പറയുന്നു. ഇനി ഈ വസ്ത്രം മാറ്റി പുതിയ ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ അത് ഇംഗ്ലീഷായി ഭാഷ അല്ലേ. ഇനി അതിനൊരു ട്രഡീഷണൽ ലുക്ക്, ഒരു ലുങ്കിയൊക്കെ ഇട്ടെടുത്താൽ അത് സംസ്കൃതമായി, ഹിന്ദിയായി. ഇനി ആ ലുക്കിൻ്റെ, ആ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ കുറച്ച് അത്തർ പൂശി കൊടുത്താൽ അത് അറബിയായി. അപ്പം എല്ലാം ശ്രമിക്കുന്നതിന് എന്ത് തന്നെയാണ്? ഒറ്റ കാര്യമുള്ളൂ ഇവിടെ അൾട്ടിമേറ്റ്ലി, ആശയത്തെ ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുക. എന്നാൽ പലർക്കും പല വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടാണ് ആ ആശയത്തെ ഞാൻ കൈമാറുന്നത്. അതല്ലേ ഭാഷ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ലാംഗ്വേജ് എന്ന് പറയുന്ന വസ്ത്രം ഊരിക്കഴിഞ്ഞാൽ ദർ ഈസ് ജസ്റ്റ്
മീനിങ്, ജസ്റ്റ് ആൻസേഴ്സ്. ആൻസേഴ്സിനെ കവറപ്പ് ചെയ്യുന്ന, ആൻസേഴ്സിനെ പൊതിഞ്ഞ പെട്ടിയാണ് ഭാഷ, അല്ലേ? ചിലർ ഭാഷയില്ലാതെ സംസാരിക്കാൻ പഠിച്ചവരുണ്ട്. കാരണം എന്താ? അവരിങ്ങനെ ഇരുന്ന് ചിന്തിച്ച്, അവർ ശബ്ദങ്ങളെ കേൾക്കുമ്പം അവർ കേൾക്കുന്നത് ശബ്ദങ്ങളിലെ ആശയത്തെയല്ല, അവർ ശബ്ദത്തെ മാത്രം കേൾക്കാൻ തുടങ്ങി. നിങ്ങൾ എന്നോട് സംസാരിക്കുകയാണ്, ഫായിസേ എന്തൊക്കെയാണ്, സുഖമല്ലേ? ഇന്നെന്താണ് വീട്ടിലുള്ളത്? നല്ല പുട്ടും ബീഫൊക്കെയാണ് കേട്ടല്ലോ. അപ്പം ഞാനിങ്ങനെ ഇത് കേട്ട് ചിന്തിക്കുക, ഫായിസ എന്തൊക്കെയാണ് പുട്ടും ബീഫ്, എന്നമ്മ പുട്ടും ബീഫാണോ വെക്കുന്നത്? നോ, ഞാൻ എന്തിലേക്കായിരിക്കും കേൾക്കുന്നത്? ഫായിസേ എന്തൊക്കെയാണ്, സുഖല്ലേ? ഇതിൻ്റെ മീനിങ് എൻ്റെ തലയിൽ ഞാൻ ഫോം ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം, ഇൻസ്റ്റെഡ് വാട്ട് ഇഫ് ഐ ജസ്റ്റ് ലിസൺ ടു ദ സൗണ്ട്. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ മീനിങ് നിങ്ങൾ നിങ്ങളുടെ തലയിൽ ഫോം ചെയ്യല്ലേ, അല്ലേ? ഞാൻ പറയുന്നതിൻ്റെ മീനിങ് നിങ്ങൾ നിങ്ങളുടെ തലയിൽ ഫോം ചെയ്യുക. ആ മീനിങ് ഇല്ലെങ്കിൽ, ലെറ്റ് മീ സേ, നിന്ദ അത്ത് സുഹൂർ ഊത്ത് മിസ് സഗാന സ്പീക്കണ് ഇസാന ഹു റിമാന ഹു, അല്ലേ? ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. കാരണം എന്താ? ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഈ ചങ്ങായി എന്ത് ഭാഷ പറയുന്നത്? മറ്റേ നമ്മുടെ ബാഹുബലിത്തെ കാലകേയ ഭാഷയാണല്ലോ പറയുന്നത് നമ്മൾ ചിന്തിച്ചത്. അപ്പം നിങ്ങൾക്ക് മീനിങ് ഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നില്ലേ? ഇതെന്താ? ഈ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് എന്തിലെല്ലാം നിങ്ങൾ ഇതുവരെ മീനിങ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോ, അതിലെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കൂ. അതൊരു ഡീപ്പ് മെഡിറ്റേഷനാണ്, കണ്ണ് തുറന്നിട്ടുള്ള ഡീപ്പറായിട്ടുള്ള മെഡിറ്റേഷൻ. അപ്പം നിങ്ങൾ ഭാഷ കേൾക്കുമ്പം, ശബ്ദം കേൾക്കുമ്പം ഓഫൺ ഇടയ്ക്കൊക്കെ എന്താക്കുക, ആ ശബ്ദത്തിൻ്റെ മീനിങ് തലയിൽ ഫോം ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ജസ്റ്റ് ലിസൺ ടു ദാറ്റ് സൗണ്ട്. ഇതെന്താ? വാട്ട് ഈസ് ദിസ് സൗണ്ട്? വാട്ട് ഈസ് ദിസ് സൗണ്ട് എന്ന് വിചാരിച്ചെന്ന് ആരും എന്താക്കരുത്. ഭർത്താവ് വന്നിട്ട് മോളെ 2 ചപ്പാത്തി വിട്ടൊരോ വിശന്നിരിക്കുക, 2 ചപ്പാത്തി, വാവ് വാട്ട് എ സൗണ്ട് എന്ന് പറഞ്ഞിരിക്കരുത്. അപ്പം ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്, അല്ലേ? നമ്മൾ പറയാറുണ്ട് എന്ത്, ഒരാൾ എപ്പോഴും നമ്മളിലേക്ക് നമ്മളെ തേടി ഇറങ്ങേണ്ടത് എപ്പോഴാണ്? എല്ലാ മനുഷ്യന്മാർക്ക് ആദ്യം വേണ്ടത് കോമൺ സെൻസാണ്. ആ കോമൺ സെൻസിൽ നിന്നും നമ്മൾ സെൻസില്ലാത്തൊരു ലോകത്തിലേക്ക് പോവുക ചെയ്യാം. ബട്ട് വി സ്റ്റാർട്ട് ഫ്രം ദ കോമൺ സെൻസ്. മനസ്സിലായോ? അപ്പോൾ ആ കോമൺ സെൻസ് അപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, കേൾക്കണം. അല്ലെങ്കിൽ നാളെ എനിക്ക് ഒരു ഫായ്സ് ഇന്നലെ പറഞ്ഞത് കേട്ടിട്ട് എൻ്റെ വ്യാപ്പിളപ്പം ഞാൻ പറയണമെന്ന് കേൾക്കില്ല, എൻ്റെ കെട്ടിയോളിപ്പോൾ പറയണമെന്ന് കേൾക്കില്ല, ഞാൻ പറയുന്നത് കേട്ട് ഇങ്ങനെ ഇരിക്കുക തന്നെ. ഇതെന്താ സംഭവം ഫായ്സ്? അവൾക്കൊന്നും മനസ്സിലാവില്ല. നോ, അതല്ല. അപ്പം when you try to just listen to the sound instead of making up the meaning in your mind, നിങ്ങളിൽ പുതിയൊരു ഡൈമെൻഷൻ ഓപ്പൺ അപ്പ് ആവും. നിങ്ങൾ ഇതുവരെ അറിയാത്ത ഒരു സീക്രറ്റിൻ്റെ ഡൈമെൻഷൻ. നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ വെൻ യു ലുക്ക് അറ്റ് ദാറ്റ്, നിങ്ങളൊരു ഇംപ്രഷൻ അതിനെക്കുറിച്ച് ഫോം ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ലാപ്പിലേക്ക് നോക്കുകയാണ്, ഇവിടെ ലൈറ്റ്സ് ഉണ്ട്, ക്യാമറ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലാബ്സിലേക്ക് നോക്കുകയാണ്, ചുറ്റും നോക്കുമ്പോൾ മരം കാണുന്നുണ്ട്. ഓക്കെ, ഐ സോ എ ട്രീ. ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തുന്നതിന് പകരം, വെൻ യു ലുക്ക് അറ്റ് മീ, ഫായ്സ് അതായിരിക്കുന്നു, ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തുന്നതിന് പകരം അതിനൊരു മീനിങ് ഫോം ചെയ്യാതെ ജസ്റ്റ് ലുക്ക്. അപ്പോൾ നമ്മൾ അന്തം വിട്ടിരിക്കും, അത്ഭുതപ്പെട്ടിരിക്കും. നമുക്ക് മനസ്സിലാവില്ല ഇതെന്താ സംഭവിക്കുന്നത്. ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ഈ ലോകത്ത് തന്നെ, ഈ വേൾഡിൽ തന്നെ. പക്ഷേ ഇപ്പം ഞാൻ ഈ ലോകത്തെ നോക്കുമ്പം, ഞാൻ ഈ ലോകത്തെ ശ്രവിക്കുമ്പം, ഐ ആം ഫൈൻഡിങ് ന്യൂ മീനിങ്സ്, ന്യൂ എക്സ്പ്രഷൻസ്, ന്യൂ ഇൻസൈറ്റ്സ്. ഇങ്ങനെയാണ് ഒരാൾ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കാനുള്ള ട്രെയിനിങ്ങിലേക്ക് കടക്കുന്നത്. ഹൃദയത്തിൻ്റെ കണ്ണ്, 6th സെൻസ് എന്ന് നമ്മളതിനെ പറയും. ഹൃദയക്കണ്ണ് എങ്ങനെയാണ് തുറക്കുക? കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്നതിന് കൺക്ലൂഷൻ ഫോം ചെയ്യുന്നതിന് പകരം, കണ്ണുകൊണ്ട് കാണുന്നതിനെ ആശ്ചര്യത്തോടു കൂടി, അതിന് മീനിങ് ഫോം ചെയ്യാതെ, ഇതെന്താ അത്ഭുത, ആ ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി വെൻ യു സ്റ്റാർട്ട് ടു ലുക്ക്. മരം കണ്ടാൽ ഇത് മരമാണ്, സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് ഇതിൽ ഫോട്ടോസിന്തസിസ് നടക്കും, റൂട്ടാണ് ഇതിനെ വാട്ടർ കൊണ്ടുവരുന്നത്, ഇങ്ങനെ കുറേ ധാരണകളുണ്ട്. ഇതൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് യു ജസ്റ്റ് ലുക്ക് അറ്റ് ദ ട്രീ. അപ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യമാവും, മരത്തെ പോയി ഒന്ന് തലോടാൻ തോന്നും, മരം ഒന്ന് തഴുകാൻ തോന്നും. ഇതെന്താ? ചിലപ്പോൾ നമുക്ക് വല്ലാത്ത എന്തോ ഉള്ളൂന്ന് ഫീൽ ചെയ്തിട്ട് അതിനെ നമ്മൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോകും. കാരണം നിങ്ങളിലെ മേക്കപ്പ് ഇട്ട കുട്ടപ്പനെ നിങ്ങളവിടെ ഡ്രോപ്പ് ചെയ്യാണ്.
നിങ്ങളിലെ റിയലായ കുട്ടപ്പനിലേക്ക് നിങ്ങൾ തിരിച്ചു പോവാണ്. ആ കുട്ടപ്പന് ഇവിടേക്ക് വന്നത് ഒരു ഐഡൻറ്റിറ്റിയും ഇല്ലാതെ. വെൻ യു സ്റ്റാർട്ട് ടു ഇൻറ്ററാക്ട് വിത്ത് ദ വേൾഡ്, ഈ ലോകവുമായി നിങ്ങൾ ഒരു ഐഡൻറ്റിറ്റിയും ഇല്ലാതെ ഇൻറ്ററാക്ട് ചെയ്യാൻ തുടങ്ങുമ്പം ആ മരത്തിലെ കുട്ടപ്പനും ഉണരും, നിങ്ങളിലെ കുട്ടപ്പനും ഉണരും. ആ കുട്ടപ്പനും തമ്മിലൊരു സംഗമനം അവിടെ സംഭവിക്കും. ഒരു ഡിവൈൻ ലവ് അവിടെ സംഭവിക്കും. അപ്പം മരമെന്ന കുട്ടപ്പന് ലൈലയും ഞാനെന്ന കുട്ടപ്പന് മജ്നൂനുമായിട്ട് എനിക്ക് തോന്നും. അത് മരമാവട്ടെ, കല്ലാവട്ടെ, കാറ്റാവട്ടെ, പാട്ടാവട്ടെ, ശബ്ദമാവട്ടെ, വ്യക്തിയാവട്ടെ, പുല്ലാവട്ടെ, മണ്ണാവട്ടെ, ഇനി ഒന്നുമല്ലാത്ത, നമ്മൾ എംപ്റ്റി ആണെന്ന് കരുതുന്ന ഞാനിങ്ങനെ കൈ ഓടിക്കുന്ന ഈ സ്പേസ് ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ജസ്റ്റ് ഫോൾ ഇൻ ലവ് ബിക്കോസ് യു ഡോണ്ട് ഫോം എനി ഐഡൻറ്റിറ്റി. ഇത് ഇന്നതാണ് എന്ന് നിങ്ങൾ അവിടെ ഒരു ഐഡൻറ്റിറ്റി വെക്കുന്നില്ല. നിങ്ങൾ അന്തം വിട്ടിരിക്കുക ശൂന്യതയിലേക്ക് നോക്കിയിട്ട്. ഒന്നുമില്ല അവിടെ നോക്കാൻ, എന്നാലും ഞാൻ നോക്കിയിരിക്കുക. ഞാനിപ്പോൾ ഇതിലേക്കാണ് നോക്കുന്നത്. വാട്ട് ഈസ് ദിസ്? ഞാനെങ്ങനെ എൻ്റെ കൈ നീക്കുന്നത്? വാട്ട് ഈസ് ദിസ് മിറാക്കിൾ? ഇങ്ങനെ വല്ലാത്തൊരു കൗതുകത്തിൻ്റെ ഒരു പീക്കുണ്ട്. നമ്മുടെ ഇന്നർ സൈൽഡ് ഇങ്ങോട്ട് ഉണർന്ന് നമ്മളെ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു മൊമെൻറ്റ്. അറ്റ് ദ സെയിം ടൈം വി ബിക്കം നത്തിങ് ബിക്കോസ് വി റിയലൈസ് ഐ ഡോണ്ട് നോ എനിത്തിങ്. ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പം, എപ്പോഴും നല്ല പറയുന്നത്, അതിനൊന്നും ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളുന്നില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ 1-2 മിനിറ്റ് വീട്ടിലൊരു ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയിട്ട്, ഇനി അല്ലേ, നമുക്ക് ഇന്ന് നമ്മുടെ ആത്മാവിനേക്കാൾ അടുത്തിട്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഉള്ളത്. ആ മൊബൈൽ ഫോൺ എടുത്ത് തുറന്ന പാടെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ടേക്ക് ദാറ്റ് ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്. ഒരു കൺക്ലൂഷനും ഫോം ചെയ്യാതെ, ഇങ്ങനെ ഒരു കൺക്ലൂഷനും ഫോം ചെയ്യാതെ വെൻ യു സ്റ്റാർട്ട് ടു ഇൻറ്ററാക്ട് വിത്ത് ദ വേൾഡ്, നിങ്ങൾ ഇന്നേ വരെ കാണാത്ത, നിങ്ങൾ ഇന്നേ വരെ നിങ്ങളിലുണ്ട് എന്നറിയാത്ത ഒരു ഡൈമെൻഷൻ ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങും. അതിന് വല്ലാത്ത ബ്യൂട്ടിയാണ്, അതിന് വല്ലാത്ത അനുഭൂതിയാണ്. ഇത് നിങ്ങളിൽ ഉണർന്നാൽ, ഇത് നിങ്ങളിൽ ഓപ്പണായി കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മടുപ്പ് വരില്ല. കാരണം മടുപ്പ് മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് വരുന്നത്? ബോറിങ് എങ്ങനെയാണ് വരുന്നത്? എന്ത് കിട്ടിയാലും മനുഷ്യന്മാർക്ക് ഒരു സമയം കഴിഞ്ഞാൽ ബോറടിക്കും. എന്ത് കിട്ടിയാലും. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് പോലെ, നമുക്ക് ലാസ്റ്റ് 17 Pro Max ആണ് ഐഫോൺ ഇറങ്ങിയത്. അപ്പം എനിക്ക് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം, കുറേ പ്ലാനുകളുണ്ട്. ഫോണെടുത്ത് 2 ദിവസം നമ്മളല്ലേ സൂക്ഷിച്ച് തറയിലും വെക്കാതെ തലയിലും വെക്കാതെ നമ്മൾ വളർത്തി എന്ന് പറഞ്ഞതുപോലെ ഫോണിൻ്റെ കൊണ്ടെടുക്കും. 1-2 മാസം കഴിഞ്ഞാൽ ഏതൊരു മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും നമുക്ക്. വലിയ അട്രാക്ഷനോ അഡിക്ഷനോ ഒന്നും അതിനോട് തോന്നില്ല. നമുക്ക് പിന്നെ ബോറടിക്കരുത്. 17 Pro Max പോരാ, ഇവർ പഴയ ഡിസൈനൊക്കെയാണല്ലോ കൊണ്ടുവന്നതില്ലേ, നമ്മളതിൽ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ കണ്ടെത്താൻ തുടങ്ങും. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പുകളിലും സംഭവിക്കാറുള്ളത്. ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ നമുക്കവിടെ ബോറടിക്കും. കാരണം വി ഫൈൻഡ് കൺക്ലൂഷൻസ് ദർ, വി അറ്റാച്ച് അവർ ഐഡൻറ്റിറ്റീസ്. നമ്മൾ കൊണ്ട് നടക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ എന്ന ഐഡൻറ്റിറ്റിയിൽ നിന്നും നമ്മൾ പല കുട്ടപ്പന്മാരെയും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഇങ്ങനൊരു കുട്ടപ്പനാണ്, അവൻ അങ്ങനൊരു കുട്ടപ്പനാണ്. നോ, ആ ഐഡൻറ്റിറ്റി ഡ്രോപ്പ് ചെയ്തിട്ട്, ആ ഐഡൻറ്റിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങളിലെ യഥാർത്ഥ കുട്ടപ്പനിലേക്ക് തിരിച്ചു പോയിട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് എ ട്രീ, ജസ്റ്റ് ലുക്ക് അറ്റ് ദ മൂൺ. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും എന്നുള്ളതാണ്. അപ്പം വെൻ യു ഹിയർ ദ സൗണ്ട്, ശബ്ദം എന്നാൽ എന്താണ്? ജസ്റ്റ് തരംഗങ്ങൾ മാത്രമാണ് അല്ലേ. എൻ്റെ ശബ്ദം നിങ്ങൾക്കറിയോ? നിങ്ങളൊക്കെ പലരും വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ശബ്ദം നമ്മൾ കേൾക്കുന്ന സമയത്ത് പലർക്കും ഉണ്ടാവാറുണ്ട്, ഇതെന്തൊരു കാട്ടുപോത്തിൻ്റെ ശബ്ദം, എൻ്റെ ശബ്ദം ഇങ്ങനെയൊന്നുമല്ല. എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു പാട്ടൊക്കെ പാടി റെക്കോർഡ് ചെയ്തായിരിക്കും. ഇത് കേൾക്കുമ്പം ഇങ്ങനെ ആയിരിക്കും നമുക്ക് തിരിച്ച് കേൾക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താ സംഭവം? അതിൻ്റെ ശാസ്ത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത്, ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്നത് ഈ വായുവിലൂടെ സഞ്ചരിക്കുന്ന വൈബ്രേഷനാണ്. അതാണ് നിങ്ങളുടെ ചെവി പിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രെയിൻ ആ വൈബ്രേഷനെ ഡീകോഡ് ചെയ്തിട്ട് എൻ്റെ ശബ്ദമായി മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന എൻ്റെ ശബ്ദം ഏതാ? ഈ വായുവിലൂടെ സഞ്ചരിക്കുന്നതും എൻ്റെ ചെവിയിലെത്തുന്നു, അറ്റ് ദ സെയിം ടൈം എൻ്റെ താടി എല്ലുകളിലൂടെ സഞ്ചരിക്കുന്ന വൈബ്രേഷനും. ഇത് രണ്ടുമാണ് ഞാൻ എൻ്റെ ശബ്ദമായി പെർസീവ് ചെയ്യുന്നത്.
അപ്പോൾ എൻ്റെ ശബ്ദമായിരിക്കില്ല, ഞാൻ എൻ്റെ ശബ്ദമാണെന്ന് കരുതിയതായിരിക്കില്ല നിങ്ങൾ കേൾക്കുന്ന ശബ്ദം അല്ലേ. അപ്പം അവിടെ വരുന്ന ഒരു ക്ലാഷിംഗ് ആണ്. ഞാൻ എന്താണ് എന്ന് ഞാൻ ധരിച്ചുവോ അതല്ല എന്ന് ഞാൻ അറിയുമ്പം വരുന്ന വല്ലാത്തൊരവസ്ഥ. ഞാനിതൊക്കെയാണ് എന്ന് നമ്മൾ ധരിച്ചു. എന്നാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കാണ് ഞാനിതൊന്നല്ലേനും. ഈ അവസ്ഥ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ആക്ച്വലി സ്പിരിച്വൽ സീക്കിംഗ് എന്ന് പറഞ്ഞാൽ, ആത്മാന്വേഷണം എന്ന് പറഞ്ഞാൽ. എന്താണ് ഞാൻ മനസ്സിലാക്കാണ്, ഞാൻ വിചാരിച്ചു ഞാനിതൊക്കെയാണ്, ഇന്ന കുട്ടപ്പനാണ് ഞാൻ, ഇന്ന പൗഡർ ഇട്ട കുട്ടപ്പനാണ് ഞാൻ. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ശരിക്കും കുട്ടപ്പനല്ലേനും കേട്ടോ, തങ്കപ്പനേനും. കുട്ടപ്പൻ ഇന്നലെ ഓടിപ്പോയിക്കണ്. കുട്ടപ്പനാണെന്ന് ഇവരൊക്കെ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണ്. പാവം ഞാൻ വിശ്വസിച്ചു നാളെ കഴിവേറാൻ വേണ്ടി പോവാണ്, മരിക്കാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് അവർ സിറ്റുവേഷൻ അല്ലേ. അതാണ് നമ്മളിലെ സിറ്റുവേഷൻ. അപ്പം നമ്മൾ ആ ശബ്ദത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ജസ്റ്റ് പ്യുവർ വൈബ്രേഷൻ. ഇന്ന് ശാസ്ത്രം കുറേ തിയറീസ് ഉണ്ട്, ദ ഒറിജിൻസ് ബിഹൈൻഡ് ദ യൂണിവേഴ്സ്. അതിൽ വളരെ ക്രെഡിബിളായിട്ട് നിൽക്കുന്ന ഒരു തിയറിയാണ് എല്ലാത്തിനെയും നമ്മൾ കീറി മുറിച്ച് ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുക ആറ്റംസിനെയും കീറി മുറിച്ച്, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയതിനൊക്കെ കീറി മുറിച്ച് ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് പ്യുവർ എനർജി മാത്രം, പ്യുവറായിട്ടുള്ള എനർജി, സ്ട്രിങ്സ് ഓഫ് എനർജി. ഈ എനർജി പല വൈബ്രേഷനുകളിലും ഫ്രീക്വൻ്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല ഫ്രീക്വൻസികളിലും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫായിസ് എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിക്ക് ഒരു വൈബ്രേഷൻ ഉള്ളത് കൊണ്ടാണ് ഫായിസായിട്ട് നിലനിൽക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന അല്ലേ നമ്മുടെ ദിലേശാവാത്തത്? ബിക്കോസ് ഫായിസിനൊരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷനിൽ എൻ്റെ മോളിക്യൂൾസ് നിൽക്കുന്നു. ഇതേപോലെ എൻ്റെ തൊട്ടടുത്തുള്ള ചെടി ഇവിടെ ഒരു പുസ്തകമുണ്ട്. ഇതിനൊക്കെ അതിൻ്റേതായ വൈബ്രേഷനുകളുണ്ട്. ആ സ്റ്റേറ്റ് അത് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് റിമെയിൻസ് ഇൻ ദാറ്റ് ഫോം. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ജസ്റ്റ് പ്യുവർ വൈബ്രേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ജസ്റ്റ് വാട്ട് ഈസ് ദാറ്റ്? പ്യുവർ വൈബ്രേഷൻ. പ്രപഞ്ചം എന്ന് പറയുന്നത് വൈബ്രേഷൻ മാത്രമാണ്. വൈബ്രേഷനേ ഉള്ളൂ. നിങ്ങൾ ഏത് പ്ലാനറ്റിലേക്ക് നോക്കിയാലും അതിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് വൈബ്രേഷൻ, ഇറ്റ് ഈസ് ജസ്റ്റ് സൗണ്ട്. ശബ്ദത്തിന് നമ്മളിലെ കുട്ടപ്പനെ ഉണർത്താൻ വല്ലാത്ത പവറാണ്. നിങ്ങൾക്കറിയോ, ശബ്ദത്തിന് നമ്മളിലെ കുട്ടപ്പനെ ഉണർത്താൻ വല്ലാത്ത പവറാണ്. അതുകൊണ്ടാണ് പലരും ഈ ആത്മാന്വേഷണത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇവരെന്താവും, വല്ലാത്ത ഗായകരായിട്ട് മാറും. ചിലപ്പോൾ പാടി പാട്ടിലലിഞ്ഞ് കുട്ടപ്പനിലേക്ക് ചേരും. അല്ലെങ്കിൽ ഇവരൊരു കവിയായിട്ട് മാറും. കാരണം എന്താ, എങ്ങനെ പോയി കഴിഞ്ഞാലും ഉള്ളിലൊരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷനിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ആ വൈബ്രേഷന് നമ്മളിലൂടെ ഒഴുകണം. അത് ഒഴുകലാണ് നമ്മൾ ബാക്കിയുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്. അറിവിന് പറ്റാത്തതും അതാണ്. അറിവെന്ന് പറയുന്നത് ബ്രെയിനിന് ഫീഡ് ചെയ്യുന്ന ഭക്ഷണം മാത്രം. എന്നാൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടത് എന്താണ് അവിടെ? അറിവല്ല, വൈബ്രേഷനാണ്. ആ വൈബ്രേഷൻ എങ്ങനെയാണ് ക്രിയേറ്റഡ് ആവുന്നത്? ഇറ്റ് കംസ് ഫ്രം എ റിയലൈസ്ഡ് സോൾ ഓർ ഫ്രം എ സോൾ ഹു ഈസ് സീക്കിംഗ് ടു നോ. അറിയാൻ വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഐഡൻറ്റിറ്റീസും ഡ്രോപ്പ് ചെയ്ത ഐ ഡോണ്ട് നോ എനിത്തിങ് എന്ന അവസ്ഥയിലേക്ക് എത്തിയ പൂജ്യമായി, ഞാൻ ഇട്ട മേക്കപ്പുള്ള കുട്ടപ്പനല്ല ഞാൻ. ഈ മേക്കപ്പൊക്കെ മാറ്റുന്ന സമയത്ത് എന്ത് മുഖമാണോ കാണുന്നത് അതാണ് എന്നിലെ ശരിയായ കുട്ടപ്പൻ്റെ മുഖം എന്ന് മനസ്സിലാക്കി ആ അവസ്ഥയിലിരുന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവ് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ അതാണ് വൈബ്രേഷണൽ റെൽമിൽ നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്ന അറിവ്. കാരണം ആ വൈബ്രേഷന് ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് അവർ വെരി ഓൺ എക്സിസ്റ്റൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫായിസായി നിൽക്കാൻ എന്നെ സഹായിക്കുന്ന കുറച്ച് വൈബ്രേഷൻ ഉണ്ട്. ഈ വൈബ്രേഷണൽ ലെവലിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും, ചിലരുടെ വാക്കുകൾ, ഒരൊറ്റ വാക്ക് മതി, ഇനി ആ അസുഖം നിൻ്റെ ശരീരത്തിൽ വരൂലാട്ടോ, അതിനി വേണ്ട എന്ന് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ആ അസുഖം എവിടോ പമ്പാടുന്നിട്ടുണ്ടാവും. ഒരു മരുന്നും എടുത്തിട്ടില്ല, ഒരു ഗുളികയും കുടിച്ചിട്ടില്ല. ഇതെന്താ അത്ഭുതം! ദിസ് ഈസ് നോട്ട് മിറാക്കിൾ, ദിസ് ഈസ് പ്യുവർ സയൻസ്. കാരണം ആ വ്യക്തി ആ ശബ്ദം പുറപ്പെടുവിച്ചത് ഉള്ളിലെ എക്സിസ്റ്റൻഷ്യൽ വൈബ്രേഷണൽ റെൽമിൽ നിന്നാണ്. ആ റെൽമിൽ നിന്ന് വന്ന ശബ്ദം, ആ വൈബ്രേഷന് നിങ്ങളിലുള്ള അസുഖമെന്ന വൈബ്രേഷനെ റിമൂവ് ചെയ്യാനുള്ള പവർഫുൾ ഉണ്ട്.
സോ ജസ്റ്റ് റിയലൈസ് ദാറ്റ് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് വിത്തിൻ യു ഈസ് ജസ്റ്റ് പ്യുവർ വൈബ്രേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ മലേഷ്യയിലും അതുപോലെ തായ്ലാൻഡിലൊക്കെ തോന്നുന്നു, തായ്ലാൻഡിൽ തായ് മസാജ് മാത്രമൊന്നുമല്ല, വേറെ പല ഹീലിങ്ങുകളും ഉണ്ട് അല്ലേ. തായ്ലാൻഡിൽ എല്ലാവരും പോകുന്നത് മസാജിന് വേണ്ടി മാത്രമാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ബുദ്ധിസ്റ്റ് ട്രഡീഷനിലൊക്കെ ഒരു കപ്പ് എടുത്തിട്ട് ഇതിങ്ങനെ ഇവരിങ്ങനെ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും അല്ലേ. എന്നിട്ട് ആ ശബ്ദത്തിലേക്ക് കേട്ട് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറയും. അപ്പം ശബ്ദങ്ങൾ ഇറ്റ് ക്യാൻ ഹീൽ, ഇറ്റ് ക്യാൻ റിമൂവ് ദ ഫേക്ക് കുട്ടപ്പൻ ഇൻ യു. ശബ്ദങ്ങൾക്ക് എന്താക്കാൻ പറ്റും? നിങ്ങളിലുള്ള ഫേക്കായിട്ടുള്ള കുട്ടപ്പനെ എടുത്തു മാറ്റാൻ പറ്റും. നിങ്ങളിലുള്ള ഫേക്കായിട്ടുള്ള എന്തെല്ലാമുണ്ടോ അതിന് ശബ്ദങ്ങൾക്ക് മാറ്റാൻ പറ്റും. കാരണം ശബ്ദത്തിൻ്റെ ബേസിസ് വൈബ്രേഷനാണ്, നിങ്ങളുടെ ബേസിസും വൈബ്രേഷനാണ്. അപ്പം ഞാനല്ലാത്ത എന്തെല്ലാമോ വൈബ്രേഷൻ എന്നിൽ കയറി കൂടിയത് കൊണ്ടാണ് ഞാൻ സഫർ ചെയ്യുന്നത്, ഞാൻ ബുദ്ധിമുട്ടുന്നത്, ഞാൻ കിടന്ന് നെട്ടോട്ടം ഓടുന്നത്. ആ വൈബ്രേഷനെ റിമൂവ് ചെയ്യിപ്പിക്കാൻ പാകത്തിലുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ അവസ്ഥയിലിരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തിയാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏത് ഗൈഡ് ടോക്കിൽ വന്നാലും പറയാറുണ്ട്, അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടെത്തിയോ, പിന്നെ നിങ്ങൾ അവിടെ വിട്ട് ഓടരുത്. ജസ്റ്റ് ഹോൾഡ് ഓൺ ടു ദെയർ ആൻഡ് ജസ്റ്റ് വെയിറ്റ് പേഷ്യൻ്റായിട്ട് പാഷനേറ്റായിട്ട് ഹോൾഡ് ഓൺ ചെയ്ത് അവിടെ ഇരിക്കുക. ലെറ്റ് ദ വൈബ്രേഷൻ ഡു ഇറ്റ്സ് മാജിക് വൈബ്രേഷൻ്റെ മാജിക്ക് അതവിടെ സംഭവിപ്പിക്കട്ടെ എന്നുള്ളതാണ്. അപ്പം ഇന്ന് മുതൽ നിങ്ങൾക്ക് ചെയ്യാൻ ഈ ഗൈഡ് ടോക്ക് എന്നുള്ള ടേക്ക് അവേ എന്ത് മാത്രമാണ്? നിങ്ങളൊരു മജ്നൂനായി മാറണം. നിങ്ങൾ കാണുന്നതൊക്കെ ലൈലയായി തന്നെത്താനെ മാറും. എപ്പം? വെൻ യു ഡ്രോപ്പ് ഓൾ യുവർ ഐഡൻറ്റിറ്റീസ്. നേരത്തെ പറഞ്ഞതുപോലെ വെൻ യു ലുക്ക് അറ്റ് എ ട്രീ, ഇത് മരമാണ് എന്ന് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യല്ലേ, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ്. എന്നിട്ട് നിങ്ങൾ വെറുതെ ആ ട്രീ നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളിലെ സത്തയും ആ ട്രീയിലെ സത്തയും ഉണരും. അവിടെ ഡിവൈൻ ലവ് സംഭവിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഡിവൈൻ ലവ് എന്നൊക്കെ സംഭവിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ആകെ ആകാശം കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കണം. ഇവിടെ ഇരുന്ന് ആകാശത്തിൻ്റെ അപ്പുറത്ത് കാണണം. വേണ്ട, ഇവിടെ ഇരുന്ന് നിങ്ങൾ ഒന്നുമല്ലാതെ ഇരുന്ന് ഒന്നുമല്ലാത്തതിലേക്ക് നോക്കിയാൽ മതി. ഞാൻ എന്തെല്ലോ ആയിരുന്ന് ഞാൻ നോക്കുന്നത് എന്തെല്ലോ ആണ് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് നമുക്കൊന്നും ആവാൻ പറ്റാത്തതും ഒന്നും അനുഭവിക്കാൻ പറ്റാത്തതും. സോ ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് ഫ്രം റിയലൈസിങ് ദാറ്റ് യു ഡോണ്ട് നോ എനിത്തിങ്, ആൻഡ് ഫ്രം ദർ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നത്തിങ് ഈസ് റിയലി നത്തിങ്. ചുറ്റിലുള്ള ഒന്നും ശരിക്കും ഒന്നുമല്ല. ഇങ്ങനെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി ഇല്ലാത്തതെല്ലാം പോയി അവസാനം ഒന്ന് മാത്രം എക്സിസ്റ്റ് ചെയ്യും. ഇതല്ല എന്ന് മനസ്സിലാക്കുക. കാരണം കാണുന്നതൊന്നുമില്ല, ഇല്ല, ഇതെല്ലാം പോയി അവസാനം ഒന്ന് മാത്രം എക്സിസ്റ്റ് ചെയ്യും. ആ ഒന്നിലേക്ക് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളറിയാതെ നിങ്ങളുടെ തന്നെ ഉള്ളിലെ കുട്ടപ്പന് തിരിച്ചു വിടും. പിന്നെ ആ ഒന്ന് നിങ്ങളെ ഗൈഡ് ചെയ്തോളും. ആ ഒന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യും ഇൻ യുവർ ലൈഫ്, ഇൻ വാട്ട് എവർ സ്റ്റേജസ് യു ഹാവ് ടു ഗോ ത്രൂ. ആ ഒന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യും. അത് നിങ്ങൾ ഒരിക്കലും കൈവിടൂല. അതങ്ങനെയുള്ള ഒന്നാണ്. പക്ഷേ ആ ഒന്നിനെ കണ്ടെത്താൻ നിങ്ങൾ കണ്ടെത്തിയ 2, 3, 4, 5, 6, 7, 8നെയും നിങ്ങളെന്താക്കണം? വിടാനുള്ള ധൈര്യം കാണിക്കണം. അതിലേക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താക്കരുത്? ആ ഒന്നിനെ തിരഞ്ഞുകൊണ്ടിരിക്കരുത്. യു വോണ്ട് ഫൈൻഡ് ഇറ്റ്. അതിനെ എല്ലാം വിട്ടിട്ട് യു ജസ്റ്റ് ട്രൈ ടു ഫൈൻഡ് ദാറ്റ് വൺ. അവിടെ നിങ്ങൾ 0 എന്ന ഒന്നിനെ കണ്ടെത്തും എന്നുള്ളതാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? അപ്പം ഇറ്റ് ഈസ് ടൈം ടു വൈൻഡ് അപ്പ് അവർ സെഷൻ. നമുക്ക് ചെറിയ ഒരു 2 minutes നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് നമ്മളെന്താക്കും? ഞാനിതൊന്നല്ല, എന്നിലെ കുട്ടപ്പനല്ല ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് ചെറിയ ഒരു 2 minutes മെഡിറ്റേഷൻ ചെയ്തിട്ട് ലെറ്റ്സ് കം ബാക്ക് ആൻഡ് വൈൻഡ് അപ്പ് അവർ സെഷൻ. ഓക്കെ, നമ്മുടെ സെഷന് ചെറിയൊരു ബ്യൂട്ടിഫുൾ കൺക്ലൂഷൻ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, റെഡി ആയി കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ണടയ്ക്കുക. വളരെ സിമ്പിളായിട്ട് കാഷ്വലായിട്ട് യു ക്യാൻ ക്ലോസ് യുവർ ഐസ്. വെരി ഗുഡ്. ഈ അടഞ്ഞ കണ്ണുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എൻ്റെ കണ്ണടച്ചു, ബട്ട് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്.
ബിക്കോസ് കണ്ണ് തുറന്നാലും ഐ ആം ലുക്കിംഗ് ഇൻ ടു ദ നത്തിങ്നെസ്, കണ്ണടച്ചാലും ഐ ആം ലുക്കിംഗ് ഇൻ ടു ദ നത്തിങ്നെസ്. ഈ അവസ്ഥയിലേക്കുള്ള എൻ്റെ പ്രയാണത്തിൻ്റെ ഒരു തുടക്കമാണ് ഈ ഒരു ഇരുത്തം. വണ്ടർഫുൾ. ഇനിയൊന്ന് ജസ്റ്റ് നിങ്ങളാണെന്ന് ധരിച്ച, നിങ്ങളാണെന്ന് നിങ്ങൾ ചിന്തിച്ച് കൂട്ടിയ, നിങ്ങളാണെന്ന് നിങ്ങൾ കരുതിയ, നിങ്ങളിലേക്ക് ചേർത്ത് ഇണക്കി കെട്ടിവെച്ച ഐഡൻറ്റിറ്റീസിനെ ഓരോന്നായിട്ട് പതിയെ പതിയെ ഡ്രോപ്പ് ചെയ്യുക. നിങ്ങളുടെ പേര്, ജസ്റ്റ് ലീവ് ഇറ്റ്, അതിനെ വലിച്ചെറിഞ്ഞേക്ക്. നിങ്ങളുടെ ജെൻഡർ, ജസ്റ്റ് ലീവ് ഇറ്റ്. നിങ്ങൾ ധരിച്ച വസ്ത്രം, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾ വളർന്നു വന്ന ഇടം, ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾ ജീവിക്കുന്ന നാട്, ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങളെ വളർത്തിയ മാതാപിതാക്കൾ, ഡ്രോപ്പ്. നിങ്ങൾ പഠിച്ച അറിവ്, ഡ്രോപ്പ് ഇറ്റ്. നിങ്ങൾ കഴിച്ച ഭക്ഷണം, ഡ്രോപ്പ് ഇറ്റ്. നിങ്ങളിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ, ഈവൻ ദാറ്റ് ഈസ് നോട്ട് യു, ഡ്രോപ്പ് ഇറ്റ്. ഇതൊന്നുമല്ല ഞാനെങ്കിൽ പിന്നെ വാട്ട് ആം ഐ? വാട്ട് ആം ഐ? വാട്ട് ആം ഐ? ഹേ ഡിയർ ഐ, നിങ്ങളിലെ ആ അറിയാത്ത, തേടിക്കൊണ്ടിരിക്കുന്ന ഐ എന്നതിനോട് നിങ്ങൾക്ക് വിളിക്കാം, ഹേ ഡിയർ ഐ, ഡിയർ മീ, ഐ ആം സീക്കിംഗ് ഫോർ യു. ഞാൻ നിന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ ഹു യു ആർ, ഫ്രം വേർ യു ആർ, വേർ യു ആർ ഗോയിങ് ടു. ഐ ഡോണ്ട് നോ വൈ ഐ ആം ഹിയർ. എനിക്കറിയില്ല നീ ആരാണെന്ന്, നീ എവിടെ നിന്നാണെന്ന്, നീ എന്തിനാണ് ഇവിടെയെന്ന്, നീ എവിടേക്കാണെന്ന്. ബട്ട് ഇറ്റ് ഈസ് ഓക്കെ. ഐ എൻജോയ് യു ബീയിങ് വിത്ത് മീ. നീ എൻ്റെ കൂടെയുള്ളത് ഞാൻ ഇടയ്ക്കൊക്കെ മറക്കുമെങ്കിലും ഐ സ്റ്റിൽ എൻജോയ് ഇറ്റ്. ബട്ട് ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് മോർ ഓഫ് യു. So help me to see you in everything that I see. എനിക്ക് നിന്നെ കൂടുതലായിട്ടൊന്ന് അനുഭവിക്കണം. So help me to see you in everything that I see. അതുകൊണ്ട് ഞാൻ കാണുന്നതിലൊക്കെ നിന്നെ കാണാൻ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. Help me to hear you in everything that I hear. ഞാൻ കേൾക്കുന്നതിലെല്ലാം നിന്നെ ശ്രവിക്കാൻ എൻ്റെ കൂടെ നിൽക്കണേ. ഹെൽപ്പ് മീ ടു സ്മെൽ യു ഇൻ എവ്രിതിങ് ദാറ്റ് ഐ സ്മെൽ. ഞാൻ മണക്കുന്നതിലെല്ലാം നിൻ്റെ ഗന്ധത്തെ പുണരാൻ എന്നെ ഒന്ന് സഹായിക്കണേ. ഹെൽപ്പ് മീ ടു സ്പീക്ക് യു ഇൻ വാട്ട് എവർ ഐ സ്പീക്ക്. എൻ്റെ സംസാരങ്ങളിലെല്ലാം നീ നിറയണേ. ഹെൽപ്പ് മീ ടു ഡ്രീം യു ഇൻ വാട്ട് എവർ ഐ ഡ്രീം. എൻ്റെ സ്വപ്നങ്ങളിലെല്ലാം നീ മാത്രമായി മാറണേ. ആൻഡ് ഫൈനലി ഹെൽപ്പ് മീ ടു അവേക്കൺ യു ഇൻ വാട്ട് എവർ വേ യു ആർ. നിന്നെ എങ്ങനെ ഉണർത്തണോ, നീ ഏത് ഉണർന്ന അവസ്ഥയിലാണോ ആ അവസ്ഥയിലേക്ക് നിന്നെ പുൽകാൻ, നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ, നിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. പതുക്കെ കണ്ണുറക്കാം. വെരി ഗുഡ്. ഇപ്പം നമ്മൾ വളരെ ചെറിയ ഒരു വിത്തിട എന്ന് പറയുന്ന പോലെ വിടിയുടെ പ്രോസസ്സ്. ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എന്താക്കാം അല്ലേ, ഞാനായാലും നിങ്ങളായാലും നമ്മൾ കുട്ടപ്പനെ വിട്ടല്ലോ, ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ. ഓക്കെ, അപ്പം ഇനി നിങ്ങളെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പം നിങ്ങളെന്താക്കാം, ഇന്ന് മുതൽ വേണമെങ്കിൽ ഇന്ന് ഞായറാഴ്ചക്കാണല്ലോ, വലിയ പണിയൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് വീടിൻ്റെ പുറത്തൊരു മരമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ദർ,
മരത്തിൻ്റെ മുന്നിലിരുന്ന് നിലത്തിരിക്കുകയാണെങ്കിൽ നിലത്തിരിക്കുക, കുറച്ച് നേരം അതിനെ നോക്കിയിരിക്കുക, ഈ ഐഡൻറ്റിറ്റീസ് ഒക്കെ ഡ്രോപ്പ് ചെയ്തിട്ട്. ഇനി അതൊരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ മനുഷ്യന്മാരാകുമ്പോൾ ഇവർ എന്താ വട്ടായോ എന്ന് വിചാരിച്ച് എടിച്ചു പോകും. അതുകൊണ്ടാണ് മനുഷ്യന്മാരെ നോക്കണ്ട പറഞ്ഞത്. ജീവനില്ലാത്ത പലതുണ്ടല്ലോ, ജീവനില്ലാത്തതിലും നിങ്ങൾക്ക് ജീവനെ ദർശിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ ജീവനും നിങ്ങളോട് സംസാരിക്കുന്നത് ദർശിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര 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 രഹസ്യങ്ങളാണെന്നറിയോ, മരുന്നിൻ്റെ മെഡിസിനൽ രഹസ്യങ്ങളാണ് ജസ്റ്റ് ഫ്രം മെഡിറ്റേഷൻ വലിയ വലിയ ആളുകൾ കണ്ടെത്തിയത്. ഇവർ കണ്ടെത്തിയത് ഏതോ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിട്ടല്ല, അവർ ഉള്ളിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിഞ്ഞു, ഉള്ളിലെ വൈബ്രേഷണൽ റൈമിലേക്ക്, നത്തിങ്നെസ്സിലേക്ക് തിരിഞ്ഞപ്പം അവരൊരു ചെടിയുടെ അടുത്ത് പോയപ്പം ആ ചെടിയുടെ നത്തിങ്നെസ്സും അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. ഈ വൈബ്രേഷനും ആ വൈബ്രേഷനും മാച്ചായപ്പം ആ വൈബ്രേഷന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത്, എന്നിൽ ഇന്ന ക്വാളിറ്റി ഉണ്ട് കേട്ടോ, എനിക്ക് വിഷത്തെ മാറ്റാൻ പറ്റും, നിനക്ക് വെള്ളപ്പാണ്ടുണ്ടോ, ഈ വൈബ്രേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വൈബ്രേഷണൽ കമ്മ്യൂണിക്കേഷനാണ്. സോ ലാംഗ്വേജ് ഈസ് ജസ്റ്റ് എ വസ്ത്രം, ഓൾവേസ് റിമെമ്പർ. ഇങ്ങനെ എന്ത് നിങ്ങൾ കണ്ടാലും നത്തിങ് ഈസ് റിയൽ. അതാണ് നമ്മൾ പറയാറുള്ളത്, ദ വേൾഡ് ഈസ് ആൻ ഇല്യൂഷൻ എന്നുള്ളതിൻ്റെ ഒരു ലെവൽ ഓഫ് എക്സ്പ്ലനേഷനാണ്. ഒരു കാര്യത്തിന് അല്ലേ നമുക്ക് 70,000 കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഓരോ എക്സ്പ്ലനേഷനും നമുക്ക് പഠിക്കണം. ബട്ട് അൾട്ടിമേറ്റ്ലി എക്സ്പ്ലനേഷൻസിലൊന്നല്ല കാര്യം, സഞ്ചരിക്കുന്നതിലൊന്നല്ല കാര്യം. ഇറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് ഡ്രോപ്പിംഗ് what I think I am, dropping all my identities and realizing I am nothing. What I look at is nothing. In that nothingness, we find that which our heart seeks. Okay? അപ്പോൾ ഇന്നത്തെ ഗൈഡ് ടോക്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഐ ഹാഡ് എ വെരി ഗുഡ് ടൈം വിത്ത് യു ഓൾ. ഇതിൽ നിന്ന് നിങ്ങൾക്കും അതുപോലെ തന്നെ ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇതിനേക്കാൾ നല്ല ഗൈഡ് ടോക്കിൽ ഗൈഡായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.